ഇന്നൊരു ഉച്ചയോടുകൂടിയാണ് വളരെ ആശങ്കയോടെ തന്നെ നമ്മൾ എല്ലാവരും ശ്രവിച്ച ആ വാർത്ത വന്നത്. പാലക്കാട് ഇരട്ടക്കൊല കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് വിളിച്ചു വരുത്തിയ ചില ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സംഭവം ഇങ്ങനെയാണ്, പ്രേക്ഷകരുടെ അറിവിലേക്ക് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. 2019 അയൽവാസി ചെന്താമര എന്ന പ്രതി അവരുടെ അയൽവാസിയായ സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊല്ലുന്നു. ആ കുടുംബ പ്രശ്നങ്ങളുടെ സമയത്ത് ചെന്താമരയുടെ ഭാര്യയ്ക്കൊപ്പം സജിത നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, പരാതി പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ കൊലപാതകം നടത്തിയത്. ഇത് 5 വർഷം മുൻപാണ്. അത് കഴിഞ്ഞ് 2 മാസം മുൻപാണ് ഈ പ്രതിയായ ചെന്താമര ജാമ്യത്തിൽ പരോളിൽ ഇറങ്ങിയത്. ഇന്ന് സുധാകരനെയും സുധാകരൻ്റെ അമ്മ മീനാക്ഷിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കൊക്കെ വലിയ പരാതിയുണ്ട്. ഈ സുധാകരൻ്റെ മകളും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു, പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് ഈ പ്രതിയായ ചെന്താമരയെ വിളിച്ചു വരുത്തുക മാത്രം, എന്നിട്ട് താക്കീത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിലല്ല അപ്പുറം ആ കുടുംബത്തിന് ഒരു സുരക്ഷയും നൽകിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കാണുന്ന CCTV ദൃശ്യങ്ങൾ അതിൻ്റെതാണ്. പരാതിയെ തുടർന്ന് പോലീസ് ചെന്താമരയെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിട്ടയക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയുണ്ട്. കാരണം നാട്ടുകാർ ആദ്യഘട്ടത്തിൽ തന്നെ ആ ഒരു കുടുംബത്തെ പോലെ തന്നെ നാട്ടുകാരും അതേ ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പോകുന്ന ഇത്തരം വലിയ പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് പോലീസിൽ കൃത്യമായി പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് വേണ്ട രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വിഷയം ചോദിച്ചപ്പോൾ പോലും പോലീസിന് കൃത്യമായൊരു മറുപടി നൽകാനുണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും പോലീസ് താക്കീത് ചെയ്ത് വിട്ടയക്കുന്നതിന്റെ ഒരു ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. MS ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഇത് തന്നെയാണ് മകൾ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത്. ഞങ്ങൾ പരാതി പറഞ്ഞു, സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ഒരു താക്കീത് നൽകി വിട്ടയച്ചു. പക്ഷേ അവർക്ക് ഒരു സുരക്ഷ പോലും നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ലിഷോയ് നിൽക്കുന്നത് എവിടെയാണ്? ഈ ഒരു താക്കീത് എന്നതിനപ്പുറം ആ കുടുംബവും ആ നാട്ടുകാരും ഉന്നയിച്ച പരാതിയിൽ എന്താ നടപടിയാണ് നമ്മുടെ പോലീസ് സംവിധാനം ചെയ്തത്? അതായത് ആ ഒരു പരാതി അത് എത്രത്തോളം കാര്യമായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അത് ഗൗരവത്തിൽ എടുക്കേണ്ടിയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ കാണുന്നതാണ് ഈ പ്രതിയുടെ ഒരു വീട്. പ്രതി ഈ വീട്ടിലാണ് ഈ ജയിലിൽ നിന്ന് ഇറങ്ങി താമസിച്ചിരുന്നത്. ഇതിന് തൊട്ടപ്പുറത്തെ വീട് ആണ് ഈ കൊല്ലപ്പെട്ട 2 പേരുടെയും വീട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം, അതായത് ഒരു 10 മീറ്റർ പോലും ദൂരമില്ല 2 വീടുകളും തമ്മിൽ. അപ്പോൾ അത്രത്തോളം തൊട്ടടുത്ത വീട്ടിൽ ഒരു പ്രതി വന്ന് താമസിക്കുന്നു. ഇരകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട്ടിലുള്ളവർക്ക് ഈ പ്രതിയിൽ നിന്നും ഭീഷണി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു താക്കീതിൽ മാത്രം ഒതുക്കാവുന്ന ഒരു കാര്യമാണോ? അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു താക്കീത് ചെയ്തു വിട്ടാൽ മാത്രം ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇയാൾ ഈ ജയിലിൽ നിന്ന് ഇറങ്ങി ഏകദേശം 1 മാസവും 10 ദിവസവും മാത്രമേ ആകുന്നുള്ളൂ. ആ സമയത്ത് പോലും ഈ ആളുകൾക്ക് നേരെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ്റെ വീട്ടുകാർക്കും അതിനോടൊപ്പം തന്നെ മറ്റ് വീട്ടുകാർക്കും എല്ലാം തന്നെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. അവരുടെ അടുത്തെല്ലാം തന്നെ ഇത്തരത്തിൽ നിങ്ങളെയും കൊലപ്പെടുത്തുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ വെറും ഒരു താക്കീതിൽ ഒതുക്കി എവിടെ നിന്നും വിട്ടയച്ചത് എത്രത്തോളം ശരിയായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ വളരെ ഒരു കാര്യമുണ്ട് താനും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും അടുത്ത് തന്നെ ഈ പ്രതിയും അതുപോലെ തന്നെ ഈ ഇരയുടെ കുടുംബവും താമസിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഇരയുടെ വീട്ടുകാർക്കും, അതായത് നേരത്തെ ഈ സുധാകരൻ്റെ ഭാര്യയെയാണ് കൊലപ്പെടുത്തിയിരുന്നത്. ആ ഭാര്യയുടെ ആ കൊലപാതകത്തിന് ശേഷം ഈ വീട്ടുകാർക്ക് മാനസികമായി വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളത് ഏതൊരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ഇവിടെ പോലീസ് കൃത്യമായി ആക്ട് ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിൽ നിന്ന് പറയുന്നത് ഈ സുധാകരന് ഉൾപ്പെടെ ഇവിടെ ഭീഷണി ഉണ്ടായിരുന്നു. ഈ ചെന്താമരയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്നും പിന്നീട് താക്കീത് ചെയ്താണ് വിട്ടത്. ഇനി ഇങ്ങോട്ട് വരരുത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ ഈ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും കൂടുതൽ ഏതൊക്കെ തരത്തിലായിരുന്നു, ആർക്കാണ് വീഴ്ച പറ്റിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ സുധാകരൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയി